ഹലോ പ്രിയ കൂട്ടുകാരെ, രതീഷ് അരീക്കോടാണ്. ഇന്ന് ഞങ്ങൾ പുതിയ വർക്കിൻ്റെ പണി തുടങ്ങിയിട്ടോ. ഇന്ന് അടി കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ മെറ്റൽ 1.5 ഇഞ്ച് ഇട്ടാണ്ട് നല്ല വെള്ളം പിടിച്ചിട്ട് ഇടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ പണി ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ ചങ്കുകളെ ഞങ്ങളെ വർക്കട് തുടങ്ങിയിട്ടോ. റൂമും 2 ബെഡ്റൂമും അത് സെറ്റാക്കിയിട്ട് ഞങ്ങൾ എം സാൻഡ് മിസ്സാക്കാനുള്ള പരിപാടിയിൽ 30 ചട്ടിക്ക് ഒരു ചാക്ക് സിമെൻ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് 35 ചട്ടിക്കൊക്കെയാണ് സാധാ ചെയ്യൽ. അപ്പോൾ ഇതൊന്നുകൂടി ഉറപ്പുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് 30 ചട്ടിക്ക് ഒരു ചാക്ക് സിമെൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മിസ്സാക്കിയിട്ടുള്ളത്. കിച്ചൻ്റെ പണി ഞങ്ങൾ നേരത്തെ തന്നെ തീർത്തു. കിച്ചൻ്റെ പണി നേരത്തെ തന്നെ കഴിഞ്ഞു. നല്ലോണം വെള്ളം പിടിച്ചിട്ട് ചെയ്ത മിസ്സിങ്ങാണിത്. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം വെള്ളം പിടിച്ചിട്ട് റൂമിൽ നല്ലോണം വെള്ളം നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാന്ന് വെച്ചാൽ, എന്നാലേ ആ ബോളറിൻ്റെ ഉള്ളിലേക്ക് ഈ സിമെൻറ്റ് ഇറങ്ങുള്ളൂ. നമുക്ക് മറ്റേതിലേക്കും വേണ്ടിയിട്ട് ചെയ്യാട്ടോ. മറ്റേതിലേക്ക് ഒരു റൂമിലേക്ക് 2 ചാക്ക് സിമെൻറ്റ് വരുന്നിടത്തേക്ക് ഇത് 1.5 ചാക്കേ സിമെൻറ്റ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അരച്ചാക്കിൻ്റെ ലാഭം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ വീടിൻ്റെ പ്ലാനും നിങ്ങളെ വർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ നമ്പർ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയൊരു ലൈക്കോട് പോന്നോട്ടെ. ഇതുപോലെ നല്ലോണം റൂമിൽ നല്ലോണം വെള്ളം നിർത്തിയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ. ഞങ്ങൾ ചെയ്യുന്നത് വാട്ടർ പൈപ്പ് പിടിച്ച് നല്ലോണം കനത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നാലേ നമ്മൾ ടൈൽസ് പണിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അല്ലാതെ അടിയിൽ പണി വരില്ല. നമുക്ക് അവിടെ സിമെൻറ്റ് ലാഭം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാട്ടർ പൈപ്പ് ആദ്യം തന്നെ പിടിച്ചിട്ടാണ് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്നത്. പണി കഴിഞ്ഞിട്ട് പോന്നിട്ട് 2 പൊറാട്ട് നല്ല ബീഫട് കഴിച്ചിട്ട് പോരുന്ന ഹോട്ടലിൽ